ഒരു ചുക്കാപ്പി കുടിക്കുന്നോ? എന്താ ഈ ഉച്ച സമയത്തിന് ചുക്കാപ്പി അല്ലേ? ചുക്കാപ്പി ഇതുവഴി പോയപ്പോഴാണ് വളരെ രസകരമായിട്ട് ഉള്ള ഒരു കാര്യം അറിഞ്ഞത്. ഇവിടെ അടുത്താണ് ധരണി ഫാംസ് എന്ന്. ധരണി ഫാംസിൻ്റെ ഒരു വിപണന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ധരണി ഫാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നമ്മുടെ കൃഷി കണ്ടിട്ട് നമുക്ക് പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങാം എന്നുള്ളതാണ് ധരണി ഫാംസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇതിനോടൊപ്പം ചേർന്ന് മറ്റൊരു സ്റ്റാളുണ്ട്. ആ സ്റ്റാളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ തെരളി, പിന്നെ ഇലയട, അതോടൊപ്പം തന്നെ കാച്ചിൽ, ചേന, പഴം പുഴുങ്ങിയത്, അങ്ങനെ വളരെ വ്യത്യസ്തമായ, അത് വിഷരഹിതമായിട്ട് ഉള്ള വിഷരഹിതമായിട്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഇതിനടുത്തുണ്ട്. അതേപോലെ നമുക്ക് വിത്തിനങ്ങൾ വാങ്ങാൻ പറ്റും, തൈ വാങ്ങാൻ പറ്റും. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത്തരം കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണാമെങ്കിലും ഇത്രയും വളരെ വിപുലവും വളരെ സുന്ദരവുമായിട്ടുള്ള ഒരു കൃഷി രീതി കണ്ട് പഠിച്ച് കൃഷിയെ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനും അത്രയും ആസ്വാദ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ ചുക്കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത, ഏത് സമയത്ത് നമുക്ക് കുടിക്കുമ്പോഴും നമുക്ക് ഈ ചൂടിന് ഒരല്പം ചൂടുണ്ടെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കുളിർമ പോലെയൊക്കെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഇലയുടെ ആയാലും തെരളി ആയാലും ഇപ്പം ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് കഴിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രസംഗം നടത്തി നിങ്ങളെ മടുപ്പിക്കുന്നില്ല. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. നമ്മൾ നേരിട്ട് കണ്ട് തന്നെ അറിയാം. എന്തൊക്കെ ഐറ്റം ഇപ്പോൾ ഉള്ളത്? മധുരക്കിഴങ്ങുണ്ട്, ചേമ്പാണ്. ഇവിടെ കൃഷിയാണ് ഇതൊക്കെ എല്ലാം. ഇവിടെ അല്ലാതെ വേറെ ഉണ്ട്. ചേച്ചിയാണോ? ചേച്ചിയും ഹസ്ബൻഡും കുടുംബമാണോ, ഫാമിലിയാണോ? അല്ലാതെ ഇവിടെ സ്റ്റാഫാണ്. ഇപ്പോൾ ഒരു സഹകരണ സംഘം പോലെയാണ്. ഒരു സഹകരണ സംഘമായിട്ടാണ് ധരണി ഫാംസ് പ്രവർത്തിക്കുന്നത്. ചേമ്പാണ്. ഇത് കപ്പ, ഇത് കാച്ചിലുണ്ട്, പഴമുണ്ട്, നമുക്ക് ചേനയുണ്ട്, ചേന. ഇത് ഏത്തപ്പഴം. ഇവിടുന്ന് പിന്നെ നമുക്ക് ഇലയടയുണ്ട്, പിന്നെ തെരളിയുണ്ട്, ചുക്കാപ്പി. അത്രയും ഇതാണ് വളരെ നാടനായിട്ടുള്ള ഇതാണ്. ധരണി ഫാംസിൽ നിന്ന് നേരിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മളെടുത്ത് പുഴുങ്ങുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ? വേറെ ഇവിടെ മൂന്നിടത്ത് കൃഷിയുണ്ട്. അപ്പം ഒരു വലിയ ഒരു സഹകരണ സംഘം പോലെ പ്രവർത്തിക്കുകയാണ്. എത്ര നാളായിട്ടത്? ഇത് ഒരു വർഷത്തോളം ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് വല്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ്. നമുക്ക് എത്രയോ കാലം മുന്നേ നമ്മൾ കഴിച്ചോണ്ടിരുന്നതാണ്. ഇവിടെ എങ്ങനെ ഇപ്പോൾ സാമാന്യം നല്ല തിരക്കാണ്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ വഴിയിൽ കൂടെ കണ്ടു ഈ ഉച്ച സമയത്തും കുടിക്കാനും. ഇത് പുഴുക്ക് നമ്മൾ 1 മണി തൊട്ടാണ് തുടങ്ങുന്നത്. ആ 1 മണി തൊട്ട് തന്നെ നല്ല തിരക്കാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് വൈകുന്നേരങ്ങളിലായിരിക്കും. രാത്രിയിലും. എത്ര മണി വരെ ഉണ്ട്? ഇതിപ്പം 8-8:30 വരെ കാണും. ആളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും. എത്ര വരെയാണ് ഇത് കട അടയ്ക്കണേ 11:30 11:30 വരെ കടയുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വേവിച്ച ഭക്ഷണ സാധനങ്ങളല്ലാതെ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ നേരിട്ട് കണ്ട് ചാളിന്ന് വാങ്ങാനായിട്ട് ജൈവ രീതി കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഇവിടെ പുഴുക്ക് സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്, ബാക്കി അല്ലാതെ വേറെ എന്തെങ്കിലും ഇല്ല. പുഴുക്കും ഈ ഇലയുടെ തെരളി, ചുക്കാപ്പി ആണ് മെയിനായിട്ട്.